അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന കാലസമ്പൂർണതയെങ്കിൽ തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ അയച്ച പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുവേശുവിൽ വന്ദനങ്ങൾ. ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ പിന്നെയും നമ്മുടെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എബ്രായ ലേഖനം, വെളിപ്പാട് പുസ്തകം പെട്ടെന്ന് വായിൽ വരുന്നു, എബ്രായ ലേഖന പഠനം നമ്മൾ ആരംഭിച്ചു. ഇന്നലെയും മിനിയാന്നുമായിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കി. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതുവരെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ചോദ്യമൊന്നും ഇല്ല എന്ന് കരുതട്ടെ. സ്തോത്രം. ഞാൻ ഇന്ന് വായിച്ച ഒരു ഭാഗം ആർ.സി. സ്പ്രൗൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ആർ.സി. സ്പ്രൗൾ once said that if I were cast into prison and allowed but one book, it would be the Bible. അദ്ദേഹം പറയുന്നത്, എന്നെ ജയിലിൽ അടയ്ക്കുകയും അവിടെ എനിക്ക് ഒരു പുസ്തകം കൈവശം വെക്കുവാൻ അനുവാദം തരികയും ചെയ്തിരുന്നുവെങ്കിൽ ആ പുസ്തകം വേദപുസ്തകമായിരുന്നേനെ. If I were allowed only one book of the Bible, it would be the epistle to the Hebrews. ആ ബൈബിളിലെ ഒരു പുസ്തകം മാത്രം എനിക്ക് കൈവശം വയ്ക്കുവാൻ അനുവാദം കിട്ടിയാൽ, ഞാൻ ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ നിന്നും എൻ്റെ കൈവശം സൂക്ഷിപ്പാൻ ഇഷ്ടപ്പെടുമായിരുന്ന പുസ്തകം എബ്രായ ലേഖനമാണ്. അതിന് കാരണം പറയുന്നു, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് അവർ മോസ്റ്റ് comprehensive discussion of the redemption wrought for us in the sacrifice of Jesus. ആ എബ്രായ ലേഖനം ഞാൻ എൻ്റെ കൈവശം വെക്കുവാൻ ആഗ്രഹിക്കാമായിരുന്നത് എന്തുകൊണ്ടെന്നാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ നമുക്ക് നേടിത്തന്ന വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള വിശദമായ വിവരണം ഈ പുസ്തകത്തിലാണുള്ളത്. മനസ്സിലായല്ലോ പുസ്തകത്തെക്കുറിച്ച്? സ്തോത്രം. ഇത് ആർ.സി. സ്പ്രൗളിന്റെ പ്രസ്താവനയാണ്. എന്നെ ജയിലിൽ അടയ്ക്കുകയും ഒരു പുസ്തകം എൻ്റെ കൈവശം വെക്കാൻ അനുവദിക്കുകയും ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ബൈബിളും കൊണ്ടുപോയനെ ജയിലിൽ. ഇനിയല്ല, ആ ബൈബിളിലെ ഒരു പുസ്തകം മാത്രം എനിക്ക് സൂക്ഷിപ്പാൻ അനുവാദം കിട്ടിയാൽ എബ്രായ ലേഖനം മാത്രമേ ഞാൻ കൊണ്ടുപോകുമായിരുന്നുള്ളൂ. അതിന് കാരണം പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗത്തിലൂടെ ക്രിസ്തു നേടിയെടുത്ത നമ്മുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ് എബ്രായ ലേഖനം. സ്തോത്രം. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, there is no portion of scripture whose authorship is more disputed, nor any of which
the inspiration is more indisputable. എബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകർത്തൃത്വം പോലെ ബൈബിളിലെ വേറെ ഒരു പുസ്തകത്തിന്റെയും ഗ്രന്ഥകർത്തൃത്വം വിവാദത്തിലല്ല. എന്നാൽ മറ്റ് ഏത് പുസ്തകത്തെക്കാളും, ബൈബിളിലെ മറ്റേത് പുസ്തകത്തെക്കാളും ദൈവ ശ്വാസീയത ഒട്ടും തർക്കമില്ലാതിരിക്കുന്നതും ഈ പുസ്തകത്തിന് തന്നെയാണ്. കാര്യം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. The most disputed authorship is the authorship of the Hebrews. But at the same time, the inspiration of this book is quite indisputable. എഴുത്തുകാരൻ ആരാണെന്ന് നമുക്കൊരു പക്ഷേ അറിയില്ല. എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ ആരെന്ന് ചോദിച്ചാൽ ആർക്കും ഇന്നയാളാണെന്ന് പറയാൻ പറ്റത്തില്ല. ആരുടെ പേര് പറഞ്ഞാലും അനുകൂല നിലപാടുകളേക്കാൾ അതിനെ നിരസിക്കത്തക്ക തെളിവുകളോ മറ്റോ ആണ് നമുക്കുള്ളത്. പക്ഷേ എഴുത്തുകാരൻ, മാനുഷിക എഴുത്തുകാരൻ ആരായാലും ഈ പുസ്തകം ദൈവശ്വാസീയമാണ് എന്നതിന് യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടാണ് ഈ പുസ്തകം കാനോനിക ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ടത്. ഞാൻ രണ്ടാമത്തെയോ മറ്റോ ദിവസം പറഞ്ഞതുപോലെ ഈസ്റ്റേൺ ചർച്ചസ് ഈസ്റ്റേൺ ചർച്ച് ആൻഡ് ദ വെസ്റ്റേൺ ചർച്ച്, പൗരസ്ത്യ സഭ, പാശ്ചാത്യ സഭ എന്ന് സഭകളുടെ വിഭജനമുണ്ട്. പാശ്ചാത്യ സഭ അല്ലെങ്കിൽ വെസ്റ്റേൺ ചർച്ച് എന്ന് പൊതുവെ വിളിക്കുന്നത് കത്തോലിക്ക സഭയാണ്. വെസ്റ്റേൺ ചർച്ചുകാർ മാത്രമാണ് എബ്രായ ലേഖനത്തെ വേദപുസ്തകത്തിനകത്ത് ദൈവശ്വാസീയ ഗ്രന്ഥങ്ങളുടെ സമുച്ചയത്തിൽ ഉൾപ്പെടുത്താൻ എഴുത്തുകാരനെ കുറിച്ച് അറിയാഞ്ഞതുകൊണ്ട് ഒന്നും മടിച്ചു നിന്നത്. എന്നാൽ ഈസ്റ്റേൺ ചർച്ചിന് തുടക്കം മുതൽ തന്നെ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം ആദിമ നൂറ്റാണ്ട് മുതലേ സഭകളിൽ എബ്രായ ലേഖനത്തെ ദൈവശ്വാസീയമായ വിശുദ്ധ ഗ്രന്ഥമായി, തിരുവെഴുത്തായി അംഗീകരിച്ചിരുന്നു. മനസ്സിലായോ? ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ എബ്രായ ലേഖനത്തെ ദൈവസഭ എങ്ങനെ കൈക്കൊണ്ടിരുന്നു? ദൈവശ്വാസീയമായ തിരുവചനമായി. ഒന്നാം നൂറ്റാണ്ടിലെ സഭ അധികവും ഈ പുസ്തകത്തെ ഗണിച്ചിരുന്നത് 13+1 പോളൈൻ എപ്പിസിൽസ് എന്ന നിലയിലാണ്. നമ്മളത് നേരത്തെ പറഞ്ഞിരുന്നു. പൗലോസിന്റെ ലേഖനങ്ങളെ ആദിമസഭ കൈക്കൊണ്ടിരുന്നത് 13+1. ആ +1 എന്നുള്ളതാണ് ഈ ലേഖനം. അതുകൊണ്ടൊക്കെ തന്നെയാണ് അധികം പേരും ഈ ലേഖനം പൗലോസിൻ്റെതാണെന്ന് വിശ്വസിക്കുന്നത്. ഏതായാലും ദൈവനിശ്വാസീയത ഈ പുസ്തകത്തിൻ്റെതിന് സംശയം ഇല്ല. ഇത് ദൈവനിശ്വാസീയമാണെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടു. എഴുത്തുകാരൻ ആരാണെന്ന് അറിയില്ലെങ്കിലും എഴുത്തുകാരെ അറിയാവുന്ന, അല്ലെങ്കിൽ ഇന്നയാൾ എഴുതിയെന്ന് അകത്തും പുറത്തും നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പല ഗ്രന്ഥങ്ങളും ആധികാരിക ദൈവവചനമായി സഭ കൈക്കൊണ്ടില്ല. അതിനെ അവർ തള്ളിക്കളഞ്ഞു. അപ്പോഴാണ് എഴുത്തുകാരൻ ആരാണെന്ന് അറിയാതിരിക്കുന്ന ഈ പുസ്തകവും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ദൈവവചനമായിട്ട്, ദൈവ നിശ്വാസീയമായി സ്വീകരിച്ചത്. അതാണ് നമ്മളിവിടെ കണ്ടത്. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ.
1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചാട്ടെ. Long ago, at many times and in many ways, God spoke to our fathers by the prophets. But in these last days, he has spoken to us by his Son, whom he appointed the heir of all things, through whom also he created the world. He is the radiance of the glory of God and the exact imprint of his nature, and he upholds the universe by the word of his power. After making purification for sins, he sat down at the right hand of the Majesty on high. Praise God. നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ കണ്ടുകൊണ്ടിരുന്നത് ദൈവം പണ്ട് ഭാഗമായും വിവിധമായും നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ എന്ന് പറയുമ്പോൾ അക്ഷരീയമായി അല്ലെങ്കിൽ രക്തബന്ധം വെച്ച് അവരോട് നമുക്ക് യാതൊരു ബന്ധമില്ല. പക്ഷേ ആത്മീയമായി നമുക്ക് വളരെ ബന്ധമുണ്ട്. നമ്മൾ മിക്കവാറും തുടക്ക സമയത്ത് നമ്മുടെ അന്നമ്മയാൻറ്റി നമുക്കൊക്കെ വന്ദനം പറയും. ഇപ്പൊ ഇന്നും വന്ദനം പറഞ്ഞപ്പോൾ ബാബു അങ്കിൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ വേറെ ഒന്നും കൂടെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എൻ്റെ സജിമോനും കൂടെ വന്ദനം എന്ന് പറയും. അപ്പൊ ഇന്നത് പറഞ്ഞില്ല. പറയാൻ ചെന്ന് കാരണമൊക്കെ ചോദിച്ചപ്പം ആൻറ്റി കാരണമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സജിമോൻ എൻ്റെ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എന്താ ഈ അന്നമ്മ ആൻറ്റിക്ക് സജിമോനുമായി അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ സാജുവുമായിട്ട് ബന്ധം? അതിനിടയിൽ ഒരു കണ്ണിയുണ്ട്. അന്നമ്മ ആൻറ്റിക്കും ഡോക്ടർ സാജുവിനും ഇടയിൽ അവര് രക്തബന്ധുക്കളല്ല. DNA-യിൽ അവർക്ക് തമ്മിൽ ബന്ധമില്ല. പക്ഷെ അവർക്കിടയിൽ ഒരു ബന്ധം, ഇടയിൽ ഒരു കണ്ണിയുണ്ട്. ഞാനിത് പലപ്പോഴും പലയിടങ്ങളിലും പറയുന്ന കാര്യമാണ്. ഇവരുടേതല്ല, നമ്മുടെ പൊതുവിലുള്ള കാര്യം. ഇവിടെ ഇപ്പം അത് പറഞ്ഞതുകൊണ്ടും നമുക്കൊക്കെ പരിചയമുള്ളത് കൊണ്ടും അത് ഞാനങ്ങ് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതിനിടയിലൊരു ബന്ധം. ആ കണ്ണിയിലൂടെയാണ് മമ്മിയും മകനുമായിട്ട് അവർ മാറിയത്. ഇതുപോലെ അബ്രഹാമുമായി നമുക്ക് രക്തബന്ധമൊന്നും ഇല്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ യാതൊന്നിനും നാം അക്ഷരീയമായോ അല്ലെങ്കിൽ നിയമപരമായോ അവകാശികളുമല്ല. പക്ഷേ ഇടയിലൊരു കണ്ണി, ആ കണ്ണിയിലൂടെ നാമും അബ്രഹാമിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി മാറി. അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നാമും ഭാഗഭാക്കുകളായിട്ട് തീർന്നു. സ്തോത്രം. നാം അത് ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഓർമ്മ കാണുമല്ലോ. അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ, ഓർമ്മയുണ്ടെങ്കിൽ തന്നെ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. സ്തോത്രം. അബ്രഹാമുമായിട്ട് നമുക്ക് അക്ഷരീയമായ ജീൻ വെച്ച്, DNA വെച്ച് യാതൊരു ബന്ധവുമില്ല. പൗലോസ് അക്കാര്യം എഫേസ്യരോട് പറയുന്നുണ്ട്.
എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമുക്കൊക്കെ മനഃപ്പാഠമായ ഒരു പ്രാർത്ഥനാ വാചകമാണ്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു എന്ന്. ഇടയ്ക്ക് ബൈബിളിലില്ലാത്ത ചില വാക്കുകളൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അല്ലെങ്കിൽ വചനങ്ങൾക്ക് അന്യരും പരദേശികളും എന്നൊക്കെ നമ്മളങ്ങ് കൂട്ടിച്ചേർക്കും. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. ഈ അന്യരുടെ കൂടെ നമ്മൾ എപ്പോഴും കൂട്ടിച്ചേർക്കുന്ന ഒരു പരദേശിയും കൂടെ ഉണ്ട്. പത്രോസിന്റെ ലേഖനത്തിലുണ്ടത്, പക്ഷെ അത് നമ്മൾ കൂട്ടിച്ചേർക്കും. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഇപ്പൊ നമ്മൾ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായിരുന്നില്ല. അതുകൊണ്ട് റോമർ 10-ാം അധ്യായത്തിൽ പറയുന്നു, പിതാക്കന്മാർ ആർക്കുള്ളവർ? ഇസ്രായേലിനുള്ളവരായിരുന്നു. പിതാക്കന്മാരും അവർക്കുള്ളവരായിരുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുകളും അവരെയാണ് ദൈവം ഭരമേൽപ്പിച്ചിരുന്നത്. 3-ാം അധ്യായത്തിൽ പറയുന്നു. റോമാലേഖനം 3-ഉം 10-ഉം അധ്യായങ്ങളിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പൊ പിതാക്കന്മാരും അവർക്കുള്ളവർ. ആ അർത്ഥത്തിൽ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം അല്ലെങ്കിൽ 1-2 വാക്യങ്ങൾ പറയാൻ നമുക്ക് അവകാശമില്ല. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, അവിടെ പിതാക്കന്മാർ എന്ന് പറയുന്നത് ഇസ്രായേല്യ പിതാക്കന്മാരാണ്. പാട്രിയാർക്സ് ഓഫ് ഇസ്രായേലൈറ്റ്സ്, പാട്രിയാർക്സ്. അക്ഷരീയമായും പാട്രിയാർക്സ് പിതാക്കന്മാർ എന്ന് പറയുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അവരുടെ ഭാര്യമാരെ മാതാക്കൾ, മാട്രിയാർക്സ് എന്നും വിളിക്കാറുണ്ട്. ഇവിടെ പിതാക്കന്മാർ എന്ന് പറയുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് മാത്രമല്ല, പഴയ നിയമ വിശുദ്ധന്മാരെ മൊത്തമായിട്ടാണ് പറയുന്നത്. ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ച പഴയ നിയമ വിശുദ്ധന്മാർ. അതിൽ അബ്രഹാമിന് മുമ്പുണ്ടായിരുന്നവരെയും നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ കാലഘട്ടം. അപ്പോൾ അങ്ങനെ ഇസ്രായേല്യ പിതാക്കന്മാർ, നമുക്ക് അക്ഷരീയമായി അവരെ പിതാക്കന്മാരെന്ന് വിളിക്കാൻ അനുവാദമില്ലെങ്കിലും അർഹതയില്ലെങ്കിലും യേശുക്രിസ്തുവിലൂടെയുള്ള പുതുജനനത്താൽ നാമും ആരായി മാറി? അബ്രഹാമിന്റെ സന്തതികളായി മാറി. സ്തോത്രം. അക്ഷരീയമായിട്ടല്ല, ആത്മീയമായിട്ട്. അബ്രഹാമിന്റെ രക്തത്തിലൂടെയോ ജീനുകളിലൂടെയോ അല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. നമ്മെ വിശുദ്ധന്മാരോട് അടുപ്പിക്കുന്നത് കർത്താവായ യേശുവാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ന്റെ 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നത് പോലെ. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവിടെ രണ്ടർത്ഥം നമുക്ക് സ്വീകരിക്കാം. ഒന്ന്, യഹൂദൻ, ജാതി അല്ലെങ്കിൽ ജ്യൂസ് ആൻഡ് നോൺ ജ്യൂസ്, ഇസ്രായേൽ ആൻഡ് നോൺ ഇസ്രായേൽ, ഇസ്രായേല്യരും ഇസ്രായേല്യേതരും, യഹൂദനും യഹൂദേതരനും, യഹൂദനും ജാതീയനും എന്ന രണ്ടു പക്ഷത്തെയും യേശു തന്റെ ക്രൂശിൽ ഒന്നാക്കി. ശത്രുത്വത്തെ ഇടിച്ചു കളഞ്ഞു, നടുച്ചുവരിനെ ഇടിച്ചു കളഞ്ഞു.
അങ്ങനെ ക്രിസ്തുവേശുവിൽ നാം ഇന്ന് അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരുടെ തലമുറകളായിത്തീരുന്നു. അങ്ങനെയാണ് നമുക്കിവിടെ പിതാക്കന്മാർ എന്ന ആ പ്രയോഗത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നാം ഇന്ന് അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരുടെ പിന്മുറക്കാരായിരിക്കുന്നു. സ്തോത്രം. അതിന് കണ്ണി, അതിന് മുഖാന്തരം ക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡശരീരമാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണമാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത യാഗമാണ്. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ, ക്രിസ്തുവിൻ്റെ യാഗമരണത്തിലൂടെ, സ്തോത്രം, വിശ്വസിച്ച് നാമും അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരുടെ വംശത്തിൽ ഉൾപ്പെടുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്കും ലഭിച്ചു. അതുകൊണ്ട് നമുക്ക് അവരെ എന്ത് വിളിക്കാൻ പറ്റും? പിതാക്കന്മാർ. So we can also address Abraham like patriarchs as fathers, our fathers. It's not a literal connection, but a spiritual relationship. By adoption. സ്തോത്രം. ദത്തെടുപ്പിനാലാണ് നമുക്ക് ഈ ബന്ധം ലഭ്യമായത്. നമ്മെ ദത്തെടുത്തതാണ്, ദത്തെടുപ്പിനാൽ. സ്തോത്രം. അങ്ങനെയാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് അരുളിച്ചെയ്ത ശേഷം. അപ്പോൾ അവിടുത്തെ പിതാക്കന്മാർ അബ്രഹാം തുടങ്ങിയ ഇസ്രായേലി പിതാക്കന്മാർ, അല്ലെങ്കിൽ അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന മുഴുവൻ ഇസ്രായേലിനെയും കുറിച്ച് തന്നെയാണ് അവിടെ പറയുന്നത്. സ്തോത്രം. പിതാക്കന്മാരോട് അരുളിച്ചെയ്ത ശേഷം. അപ്പോൾ അവിടെ ഭാഗമായും വിവിധമായും എന്ന പ്രയോഗമാണല്ലോ നമ്മൾ കണ്ടത്. സ്തോത്രം. പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെ, ഏറെ സാഹിത്യപരമായി, ഭാഷാപരമായി അർത്ഥപൂർണമായി നിൽക്കുന്ന, ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒന്നാണ് എന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. അതിൻ്റെ അർത്ഥവും നമ്മൾ കണ്ടു. ദൈവം ഭാഗമായി, അല്പാൽപമായി, പൂർണ്ണ വെളിപ്പാട് അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇങ്ങേയറ്റം ദൈവം ത്രിയേകനാണ് എന്ന് നാം അറിയുന്നത് പോലെ പഴയ നിയമ വിശുദ്ധന്മാർക്ക് അറിയില്ലായിരുന്നു. സ്തോത്രം. ഉണ്ട്, വെളിപ്പാടുകളുണ്ട്, പക്ഷെ അവർക്കത് ദുർഗ്രഹമായിരുന്നു. അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. അതും ഏതാണ്ട് 1500ഓളം വർഷമെടുത്താണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് പോലും തന്നെത്താൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. സ്തോത്രം. 1500 വർഷമെടുത്തിട്ട്. അബ്രഹാമിന്റെ കാലഘട്ടം നമ്മൾ കണ്ടു. 2000, യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 2000 കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു. മോശ മുഖാന്തരം ദൈവം വചനം എഴുതി കൊടുത്തിട്ട് തന്നെ 1500 വർഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭാഗികമായ വളർന്നു വരുന്ന, പുരോഗമിച്ചു വരുന്ന ദൈവിക വെളിപ്പാടുകൾ അവർക്ക് നൽകി. വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവം അവർക്ക് നൽകി. വിവിധ മാധ്യമങ്ങളിലൂടെ. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഏതാണ്ട് 10ഓളം കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നും കൂടെ വിശദമാക്കാം.
ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നും കൂടെ ആ വാക്യം നോക്കുകയാണ്. ദൈവം. ദൈവം. ഇന്നലെയും നാം അതിനെ കുറിച്ച് കണ്ടു. തിയോസ്, ഗ്രീക്കിൽ തിയോസ്. അതിൽ നിന്നാണ് തിയോളജി വന്നത്. തിയോസിൽ നിന്ന്. തിയോസ് പ്ലസ് ലോഗോസ്, അതാണ് തിയോളജി. അപ്പൊ ദൈവം നമ്മൾ ഇന്നലെ കണ്ടല്ലോ. ദൈവം എന്ന പദത്തോടുകൂടെ തുടങ്ങുന്ന ഏക വേദപുസ്തക ഗ്രന്ഥം എബ്രായ ലേഖനമാണ്, പ്രത്യേകിച്ചും മലയാളത്തിൽ. ഇംഗ്ലീഷിലെ KJV, NKJV, ESV തുടങ്ങിയ ചില വേർഷൻസ് ഒക്കെ ദൈവം, ഗാഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ബാക്കി ഒന്നിലും അങ്ങനെ കാണുന്നില്ല. എന്നാലും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ തുടക്കം ഉൽപ്പത്തി പുസ്തകത്തോടും യോഹന്നാന്റെ സുവിശേഷത്തോടും വളരെ താതാത്മ്യം. ഇടയ്ക്ക് കയറുന്ന ക്ഷമിക്കണം. റോമാലേഖനവും ആദ്യം തുടങ്ങുന്ന ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ. മലയാളത്തിൽ എങ്ങനെയാണോ? അതെ. ഓക്കെ, ഗുഡ്, സ്തോത്രം. ഇംഗ്ലീഷിൽ എങ്ങനെയാ? റോമൻസ് 1:1. Paul, a servant of Christ Jesus. ഓക്കെ. ഓക്കെ, മലയാളത്തിൽ അപ്പോൾ റോമാലേഖനവും ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. താങ്ക് യു അങ്കിൾ. അപ്പോ മൂലഭാഷയിൽ പ്രധാനമായും എബ്രായർ 1:1 താരതമ്യപ്പെടുത്താൻ കഴിയുന്നത് ഉൽപ്പത്തി 1:1 യോഹന്നാൻ 1:1 ആ രണ്ട് വാക്യങ്ങളിലും, ഉൽപ്പത്തി 1:1 യോഹന്നാൻ 1:1 തുടക്കപദം ദൈവം എന്നല്ലെങ്കിൽ കൂടെ ഒന്നാം വാക്യത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. അതിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, the Bible doesn't try to prove the existence of God, but it uncompromisingly declares that God exists. വേദപുസ്തകം ദൈവത്തിൻ്റെ ആസ്തികത തെളിയിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ഈ ഒന്നിലധികം ഗ്രന്ഥങ്ങളിലൂടെ ബൈബിളിന്റെ ഏറ്റവും ആദ്യത്തെ വാക്യമായ ഉൽപ്പത്തി 1:1 പോലും ദൈവമുണ്ട് എന്ന ഉറച്ച പ്രഖ്യാപനത്തോടെയാണ് തുടങ്ങുന്നത്. നമ്മളും ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ദൈവം ഉണ്ടെന്ന് ഈ നിരീശ്വരവാദികളോടും ഒക്കെ ഒന്ന് വാദിച്ച് നിൽക്കത്തക്ക ഒരു പ്രസ്താവന ബൈബിള് തന്നിരുന്നെങ്കിൽ ഒരു വാക്യമെടുത്ത് അങ്ങനെ അങ്ങോട്ടങ്ങ് പറയാറുന്നൊക്കെ. ബൈബിൾ ഡസന്റ് ഡു ദാറ്റ്. ബൈബിൾ അങ്ങനെ ചെയ്യുന്നില്ല. പകരം ഉറച്ച പ്രഖ്യാപനമാണ്, ദൈവം ഉണ്ട്, God exists. God exists. ദൈവം ഉണ്ട് എന്ന പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെയാണ് എബ്രായർ 11:6 നാം ഒരു കാര്യം കാണുന്നത്. എബ്രായർ 11:6, 11:6 ഹീബ്രൂസ്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ.
ദൈവമുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകും. സ്തോത്രം. നമ്മോടുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണിത്. നാമും ഉറച്ച് വിശ്വസിക്കേണ്ടത് ദൈവം ഉണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. സ്തോത്രം. ഇറ്റ്സ് എ ഫാക്ട് ആസ് വെൽ ആസ് ദ റിയാലിറ്റി that God is, He exists, He reigns. സ്തോത്രം. ദൈവം ഉണ്ട്, ദൈവം ഉണ്ട്. മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, സ്തോത്രം, ദൈവത്തെക്കുറിച്ച് നാം കാണുന്നത് ഏതാണ്ട് ഒത്തിരി പ്രാവശ്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ദൈവത്തെക്കുറിച്ച്. ഒരുപക്ഷെ വേദപുസ്തകത്തിലെ തന്നെ മറ്റ് പല ഗ്രന്ഥങ്ങളെക്കാളും അധികം ദൈവം 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 എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പുസ്തകത്തിലാണ്. സ്തോത്രം. ദൈവം 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 എന്ന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് മറ്റ് ഗ്രന്ഥങ്ങളെക്കാൾ, ബൈബിളിലെ മറ്റ് പുസ്തകങ്ങളെക്കാൾ ഈ പുസ്തകമാണ്. സം അബൌട്ട് 71 times, 71 പ്രാവശ്യം എബ്രായ ലേഖനം ദൈവം 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 എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പം വളരെയധികം പ്രാവശ്യം. അതായത് എബ്രായ ലേഖനത്തിലെ വാക്യങ്ങളുടെ മൊത്തം കണക്കെടുത്താൽ 73 വാക്യങ്ങളിൽ ഒരു വാക്യം എന്ന കണക്കിന് 71 പ്രാവശ്യം ദൈവം എന്ന് രേഖപ്പെടുത്തുന്നു. We have 71 times the word God appears in this epistle. That means once every 73 verses. Once every 73 verses. 73 വാക്യങ്ങളിൽ ഒരു പ്രാവശ്യം എന്ന കണക്കെ 71 തവണ ദൈവം ദൈവം എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. സ്തോത്രം. അതുപോലെ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് ത്രിയേകത്വത്തെ, ഇവിടെ നമ്മൾ ദൈവമെന്ന് കാണുമ്പോൾ ത്രിയേക ദൈവത്തെയും എബ്രായ ലേഖനകർത്താവ് നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. സ്തോത്രം. നാം ഇവിടെ തന്നെ കണ്ടു, God spoke or God speaks. 1-ാം വാക്യത്തിൽ തന്നെ സംസാരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 2-ന്റെ 3 എന്ന് നോക്കിക്കോളൂ. മലയാളത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ ആയിരിക്കും. 2 verse 3. How shall we escape if we neglect such a great salvation? It was declared at first by the Lord, and it was attested. Enough. Declared at first by the Lord. Their Christ is, or God the Son is presented. So in 1:1, the Father speaks. In 2 verse 3, the Son speaks. 2-ന്റെ 7, 2 verse 7, 3 verse 7, sorry, 3 verse 7. മൂന്നിന്റെ 7. Therefore, as the Holy Spirit says, today. Holy Spirit, enough. Holy Spirit says, see, the triune God speaks. സംസാരിക്കുന്ന
ത്രിയേക ദൈവം പിതാവ് അരുളി ചെയ്തു, പുത്രൻ പറഞ്ഞു തുടങ്ങി, പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം. ത്രിയേകത്വത്തിന്റെ അനാവരണം നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നു. വേറെയുമുണ്ട് പ്രയോഗങ്ങൾ, എന്നാൽ ഇത് ദൈവം സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നാം നോക്കിയത്. അല്ലാതെയുള്ള ത്രിയേകത്വത്തെക്കുറിച്ചല്ല. ദൈവം സംസാരിക്കുന്ന വിഷയത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സംസാരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. The Father speaks 1:1, the Son in 2 verse 3, and the Holy Spirit in 3 verse 7. So a triune God, a speaking or a talking God. ബൈബിളിലെ ദൈവം ഊമനല്ല, മിണ്ടാപ്രാണിയല്ല. വേദപുസ്തകത്തിലെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. That means the God of the Bible, as per the book of Hebrews, is quite an intelligible person. വളരെ ബുദ്ധിസാമർഥ്യമുള്ള ഒരു ആൾ, ഒരു വ്യക്തിയാണ് ബൈബിളിലെ ദൈവം. എബ്രായ ലേഖനത്തിൽ നിന്ന് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എബ്രായ ലേഖനം വെളിപ്പെടുത്തുന്ന ബൈബിളിലെ ദൈവം ബുദ്ധിശക്തിയുള്ള, സംസാരശേഷിയുള്ള ഒരു ആളത്വമാണ്. സ്തോത്രം. The God of the Bible is not a mere power, but a very all-powerful person. ആവർത്തനമാണെന്ന് എനിക്കറിയാം, എന്നാലും പറയുകയാണ്. ബൈബിളിലെ ദൈവം ആളത്വരഹിതമായ ഒരു ശക്തിയല്ല, ശക്തി മാത്രമല്ല, പകരം സർവശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് നാം എപ്പോഴും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഘടകമാണിത്. ബൈബിളിലെ ദൈവം ആളത്വമില്ലാത്ത വെറും ഒരു ഊർജമല്ല, ഒരു ശക്തിയല്ല, പകരം സർവശക്തനായ ഒരു വ്യക്തിയാണ്, സർവശക്തിയുള്ള ഒരു വ്യക്തിയാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവിടെ നമുക്കതാണ് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവം സംസാരിക്കുന്ന ദൈവം. ഒത്തിരി വാക്യങ്ങൾ നമുക്കുണ്ടെങ്കിലും യെശയ്യാ പ്രവചനം 55:11, ഐശയ്യാ 55:11, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദൈവവചനത്തിൻ്റെ 3 മൂർത്തിഭാവങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കൽപ്പിത വചനം, പ്രഖ്യാപിത വചനം. 2, എഴുതപ്പെട്ട വചനം. 3, ജഡമെടുത്ത വചനം. സ്തോത്രം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പോക്കൺ ഓർ ദ അട്ടേർഡ് വേർഡ്, then the written word, thirdly the word that became flesh, normally incarnated word എന്ന് വിളിക്കാറുണ്ട്.
ഇംഗ്ലീഷിൽ ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാലും മലയാളത്തിൽ അതിൻ്റെ തർജ്ജിമ പറയാതിരുന്നാൽ മതി, അവതാരം. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം സംസാരിക്കുന്നു. യെശയ്യാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. നമ്മുടെ ദൈവം സമയാസമയങ്ങളിൽ സംസാരിക്കും. അനാവശ്യമായിട്ട് സംസാരിക്കത്തില്ലെന്നേ ഉള്ളൂ. കാരണം ദൈവത്തിൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും പുറപ്പെട്ടാൽ, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ദൈവം സംഭവിക്കേണ്ടതല്ലാത്തതൊന്നും പറയില്ല എന്ന് മാത്രം. നമ്മൾ അങ്ങനല്ലല്ലോ. നമ്മുടെ വായിൽ നിന്നൊരു 10,000 വാക്ക് പുറപ്പെട്ടാലും കാര്യമായിട്ടുള്ളത് 10 തന്നെ ഉണ്ടോയെന്ന് സംശയമാണ്. ദൈവത്തിൻ്റെ അങ്ങനെ അല്ലാത്തത് കൊണ്ട് അനാവശ്യമായി സംസാരിക്കില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ദൈവം സംസാരിക്കുന്ന ദൈവം. സ്തോത്രം. അതാണ് അരുളി ചെയ്തിട്ട്, അല്ലേ? ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്, അരുളി ചെയ്യുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവവചനത്തെ ഓറാക്കിൾസ് ഓഫ് ഗോഡ് എന്ന് വിളിക്കുന്നത്. നോട്ട് മിയർ വേർഡ്സ്, ബട്ട് ഗോഡ്സ് വേർഡ് ഈസ് ഓറാക്കിൾസ്. റോമർ 3 ആദ്യത്തെ വാക്യം മുമ്പേ പറഞ്ഞു വിട്ടതാണ്, ഒന്ന് വായിച്ചോളൂ. റോമൻസ് 3:1. എന്നാൽ യഹൂദന് എന്ത് വിശേഷത, അല്ല പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? സകലവിധത്തിലും വളരെയുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. കണ്ടോ? ദൈവത്തിന്റെ അരുളപ്പാടുകൾ. അരുളപ്പാട് സാധാരണ മനുഷ്യന്റെ വാക്കുകൾക്ക് പറയാറില്ല. രാജാക്കന്മാർ, മഹത്തുക്കളുടെയൊക്കെ വാക്കുകൾക്കാണ് അരുളപ്പാടുകൾ എന്ന് പറയുന്നത്. കൽപ്പന പോലെ, കമാൻഡ്മെന്റ്. So God is a supreme person, all powerful, most intelligent, most wise, or the wisest. And therefore what he speaks is not mere words or speech, rather they are oracles, they are commandments. സ്തോത്രം. ദൈവം ഒരു സാധാരണ വ്യക്തിയല്ല. അത്യുന്നതനായവൻ, പരമാധികാരിയായവൻ, സകലത്തെയും ഭരിക്കുന്നവൻ. സ്തോത്രം. സകലത്തെയും ഭരിക്കുന്നവൻ. സർവജ്ഞാനിയായവൻ, സകലത്തിനും മീതെയുള്ളവൻ. ഇന്നലെ പൗലോസിന്റെ ഭാഷയിൽ നമ്മൾ കേട്ടതുപോലെ ധന്യനായ ഏകാധിപതി, കർത്താധികർത്താവ്, രാജാധിരാജാവ്, ദൈവാധിദൈവം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ കേവലം വാക്കുകളും വെറും സംസാരങ്ങളും അല്ല, അത് അരുളപ്പാടുകളാണ്. ദൈവം അരുളി ചെയ്യുന്നു. ഇംഗ്ലീഷിലൊക്കെ വേണമെങ്കിൽ ദസ് സൈസ് ദ ലോർഡ് എന്ന് പറയാമെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം അരുളി ചെയ്യുന്നു എന്നാണ്. സ്തോത്രം. യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്.
ദൈവം ഇങ്ങനെ അരുളി ചെയ്തു. സ്തോത്രം. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ ഇതാ, അടിയൻ കേൾക്കുന്നു. അതാണ് നാം ഇവിടെ കാണുന്നത്. ഈ എബ്രായ ലേഖനത്തിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന റെഫറൻസുകളെല്ലാം ഉണ്ട്. അത് വേണമെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇപ്പോൾ എഴുതാൻ പോവാണെങ്കിൽ ഈ 71 റെഫറൻസുകൾ ഇങ്ങനെ പറയേണ്ടി വരും. അതുകൊണ്ട് ആ ഭാഗം ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? കർത്തൃദാസനെ, ഈ ആദ്യം പറഞ്ഞ റെഫറൻസിൽ രണ്ടാമത്തെ എബ്രായ ലേഖനത്തിൽ ബുദ്ധിശക്തിയുള്ള സർവശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞതില് രണ്ടാമത്തെ റെഫറൻസ് ഏതാണ്? ഒന്നാമത്തെ രണ്ടാമത്തെ റെഫറൻസ് ഒരു കൺഫ്യൂഷൻ. പിതാവായ ദൈവം അരുളി ചെയ്തതിനെ കുറിച്ചാണ് 1:1 നമ്മൾ വായിച്ചത്. പുത്രൻ അരുളി ചെയ്തതിനെ കുറിച്ചാണ് 2:3 പറഞ്ഞത്. ഓക്കെ, 2:3. 2:3. അടുത്ത 3. പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതിനെ കുറിച്ചാണ് 3:7. ഓക്കെ, ക്ലിയർ. താങ്ക് യു. അതല്ലേ ചോദിച്ചത്? അത് തന്നെ ചോദിച്ചത്. ഓക്കെ. സ്തോത്രം. അപ്പോ ഇനി നമുക്ക് വേണമെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കുറഞ്ഞത് 7 കാര്യങ്ങളെങ്കിലും, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്ന 7 കാര്യങ്ങളെങ്കിലും അവിടെ ഉണ്ട്. പക്ഷേ അതിൽ കൂടുതൽ അവിടെ ഈ 3 വാക്യങ്ങളിലായിട്ടാണ് സ്തോത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഒന്ന് ഓടിപ്പോയി നോക്കാം. ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്കിലായിരുന്നു ഞങ്ങളൊരു ഹോംവർക്കായിട്ട് ചെയ്തായിരുന്നത്. ഞങ്ങളിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അസൈൻമെൻറ്റും ഹോംവർക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട് ചർച്ചിൽ എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ള ഏതോ ഒരു വിഷയം ഞങ്ങളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, അന്ന് ഇങ്ങനെ എബ്രായ ലേഖനം പഠിക്കാനുള്ള പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മലയാളികൾ മാത്രമല്ല ഞങ്ങളുടെ കൂടിവരവിലുള്ളത് എന്നതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് ഇവിടെ എബ്രായ ലേഖനം എടുത്താലും അവർക്ക് പകുതിയിലധികം പേർക്ക് കിട്ടത്തില്ല. എന്തോ വിഷയം ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ 20-ലധികം പേരുകൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ, പേരുകളോ സ്ഥാനപ്പേരുകളോ ആയിട്ട് യേശുക്രിസ്തുവിനെ എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിക്കൊണ്ടുവരാം. ഏതാണ്ട് എല്ലാവരും തന്നെ അത് ചെയ്തു. പേരുകൾ കിട്ടിയത് ചിലർക്ക് കൂടുതലും ചിലർക്ക് കുറവുമായിരുന്നു എന്നുമുള്ളൂ. എന്നാലും ഏകദേശം എല്ലാവർക്കും എല്ലാ പേരുകളും ലഭിച്ചു. അത് മൊത്തം 1-ാമത്തെ അധ്യായത്തിലാണ്. നമ്മളിപ്പോൾ 3-ാം വാക്യം വരെ മാത്രം നോക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിനെ പുത്രൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. പുത്രൻ. Spoke to us in these last days by a son. Son. പുത്രൻ.
2, അതേ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ അന്ത്യകാലത്ത് അല്ലേ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു രണ്ടാമത്തെ കാര്യം, ദ ലാസ്റ്റ് ഫൈനൽ ആൻഡ് ദ ഫുള്ളസ്റ്റ് റെവലേഷൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അന്തിമവും പരമവുമായ വെളിപ്പാടാണ് യേശുക്രിസ്തു. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യമാണ് ദ ഫൈനൽ ആൻഡ് ഫുള്ളസ്റ്റ് റെവലേഷൻ ഓഫ് ഗാഡ്. പിതാവായ ദൈവം തന്നെ തന്നെ പൂർണ്ണമായും ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ അന്തിമവും പരമവുമായ വെളിപ്പാട്. സ്തോത്രം. അന്തിമവും പരവുമായ വെളിപ്പാട് എന്ന് വെച്ചാൽ അതിനപ്പുറത്തേക്ക് വേറൊരു വെളിപ്പാടില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ആംപ്ലിഫൈഡ് വേർഷൻ വെച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. മലയാളത്തിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പേരുകൾ മാറിയേക്കാം. ശരി, അല്ലെങ്കിൽ ഞാൻ മലയാളം വെച്ചുകൊണ്ടങ്ങ് പറയാം. അധികവും മലയാളം ബൈബിൾ ഉപയോഗിക്കുന്നവരാണല്ലോ. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം, അപ്പോൾ യേശുക്രിസ്തു പുത്രൻ, ദൈവപുത്രൻ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. മലയാളത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തേത് മുമ്പ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, അതിന് മാറ്റണ്ട. എന്താ? ദൈവത്തിൻ്റെ അന്തിമവും പരമവുമായ വെളിപ്പാടെന്ന് പറഞ്ഞത് അങ്ങനെ ഇരുന്നോട്ടെ. അതുകൊണ്ട് മൂന്നാമത്തേത് ഇവിടെ നമ്മൾ കാണുന്നു, സകലത്തിൻ്റെയും അവകാശി, ഹെയർ ഓഫ് ഓൾ തിങ്സ്. സ്തോത്രം. ഹെയർ ഓഫ് ഓൾ തിങ്സ്. ആംപ്ലിഫൈഡ് വേർഷൻ പറയുന്നത് ഹി അപ്പോയിന്റഡ് whom he appointed heir and lawful owner of all things. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇംഗ്ലീഷിലെ വാക്യം വെച്ചുകൊണ്ട് മലയാളത്തിലുമുണ്ട്, അവകാശി ആക്കി വെച്ചു. അപ്പോൾ ദൈവത്താൽ ആക്കപ്പെട്ടവൻ, അപ്പോയിന്റഡ് ബൈ ഗാഡ്. നിങ്ങൾ എണ്ണിക്കോണേ, ഞാൻ ബൈബിളിൽ നിന്ന് നേരിട്ട് പറയുക. അപ്പോയിന്റഡ് ബൈ ഗാഡ്. പല നിലകളിലും യേശുക്രിസ്തുവിന്റെ നിയമനം നമുക്ക് കാണാം. ആക്കി വയ്ക്കപ്പെട്ട അവസ്ഥകൾ കാണാം. അതൊക്കെ നമുക്ക് ആ ഭാഗങ്ങൾ ഓരോന്നോരോന്നെടുത്ത് നമുക്ക് ചിന്തിക്കാം. അന്നേരം കൂടുതൽ നമുക്ക് വിശദമാക്കാം. ഇനി അഞ്ചാമത്തെ തോന്നല്ലേ, 5th one. ഓക്കെ, അഞ്ചാമത്തെ കാര്യം, ഓൾസോ ബൈ ആൻഡ് ത്രൂ whom he created the worlds. എന്നിട്ട് അവിടെ കാണുന്നത് the creator or the agent of creation. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി എന്ന് വെച്ചാൽ സകലത്തിൻ്റെയും സ്രഷ്ടാവ്. അഞ്ചാമത്തെ കാര്യം, സകലത്തിൻ്റെയും സ്രഷ്ടാവ്. നമ്മൾ പലരും മലയാളത്തിൽ സൃഷ്ടാവെന്നാണ് പറയാറുള്ളത്. സൃഷ്ടാവല്ല,
സ്രഷ്ടാവ്. സൃഷ്ടി എന്ന് പറയും, സൃഷ്ടി ചെയ്തവനെന്നും പറയാം. എന്നാൽ ഒറ്റ വാക്കിൽ സൃഷ്ടി ചെയ്തവനെ സ്രഷ്ടാവെന്നാണ് പറയുക. പലരും തെറ്റിച്ച് പറഞ്ഞ് കേൾക്കാറുള്ളത് കൊണ്ട് എനിക്കറിയാവുന്ന കാര്യം അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ എനിക്കും തെറ്റുകൾ ഉണ്ടാകാം, തിരുത്തി തരുന്നതിൽ സ്വാഗതം ചെയ്യുന്നു. സ്രഷ്ടാവ്, സകലത്തിൻ്റെയും സ്രഷ്ടാവ്, ക്രിയേറ്റർ ഓഫ് ഓൾ തിങ്സ്, ക്രിയേറ്റർ ഓഫ് തിങ്സ്. ആംപ്ലിഫൈഡിൽ പറയുന്നത് ഓൾസോ ബൈ ആൻഡ് ത്രൂ ഹും ഹി, ഗാഡ്, created the worlds and the reaches of space and the ages of time. Stotram. He made, produced, built, operated and arranged them in order എന്നാണ് അതിൻ്റെ അർത്ഥം. സകലത്തെയും അല്ലെങ്കിൽ ലോകത്തെയും ഉണ്ടാക്കി, ലോകത്തിലുള്ള സകലത്തെയും അതിൻ്റെ ക്രമമായി നിർത്തിയത് ക്രിസ്തുവിലൂടെയാണെന്ന്. ആറാമത്തെ കാര്യം, മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഹി ഈസ് ദ സോൾ എക്സ്പ്രഷൻ ഓഫ് ദ ഗ്ലോറി ഓഫ് ഗാഡ്. സ്തോത്രം. ചില വേർഷൻസിൽ കാണുന്നത് he is the radiance of the glory of God. സ്തോത്രം. പിതാവായ അവന്റെ തേജസ്സിന്റെ പ്രഭ. സ്തോത്രം. തേജസ്സിന്റെ പ്രഭ. മറ്റൊരു വേർഷനിൽ കാണുന്നത് he was the very effulgence of God's glory. Effulgence of God's glory. അടുത്തത്, he is the perfect imprint and very image of the Father. പിതാവായ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്ര, അവന്റെ തത്വത്തിന്റെ മുദ്ര. തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര. അടുത്തത് ഏഴാമത്തെയാന്ന് തോന്നുന്നല്ലേ? ഓക്കെ, ഏഴാമത്തേത്. എയ്ത്ത് ആണോ? ഓക്കെ. എട്ടാമത്തേത്, he who upholds and maintains everything, especially the universe. സ്തോത്രം. by his mighty word of power. തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ. ഓക്കെ, തന്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവൻ. Simply we can understand the protector of everything. സകലത്തിൻ്റെയും പരിപാലകൻ. സ്രഷ്ടാവ് മാത്രമല്ല, പരിപാലകനും കൂടെയാണ്. Who holds, upholds and maintains and guiding and propelling the universe by his mighty word of power. ഇതാണ് ആംപ്ലിഫൈഡ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. അടുത്തത് ഒൻപതാമത്തേത്, when he had by offering himself accomplished our cleansing of sins and
റിഡൻസ് ഓഫ് ഗിൽറ്റ്. അവിടെ നമ്മൾ വായിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മുടെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവൻ, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയവൻ. Accomplished the cleansing of our sins, or the accomplisher of our cleansing. Simply speaking, our Redeemer. Our Redeemer, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, പരിഹാരമുണ്ടാക്കി. പിന്നെ one who sat down at the right hand of the majesty, who sits at, otherwise who sat down at the right hand of the majesty. മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നവൻ അല്ലെങ്കിൽ ഇരിക്കുന്നവൻ. മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവൻ എന്ന് വെച്ചാൽ അവിടെ മറ്റൊരർത്ഥവും കൂടെ ഉണ്ട്, രണ്ടർത്ഥം കൂടെ എവിടെയുണ്ട്. ഹി ഈസ് അവർ ഹൈ പ്രീസ്റ്റ്. മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മഹാപുരോഹിതനായവൻ. മുമ്പോട്ടും ആ ഭാഗം നമ്മൾ കാണുന്നുണ്ട്, മഹാപുരോഹിതനായവൻ. സ്തോത്രം. എത്ര കൂട്ടം കാര്യങ്ങളായി? 10. ഓക്കെ, 3-ാം വാക്യം വരെ അത്രേ ഉള്ളൂ. ആ സെന്റൻസ് 4-ാം വാക്യം കൊണ്ട് തീരുന്നുള്ളൂ എന്നതുകൊണ്ട്, ആ സെന്റൻസ് വാക്യം 4-ാം വാക്യം കൊണ്ട് തീരുന്നുള്ളൂ എന്നതുകൊണ്ട് അതും കൂടെ പറഞ്ഞ് നമുക്കങ്ങ് നിർത്താം. ദൈവദൂതന്മാരെക്കാൾ വലിയവൻ, superior to heavenly holy angels, ദൈവത്തിൻ്റെ സകല വിശുദ്ധ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ. അത് 2-ാം ഭാഗത്താണ് വരുന്നത്. 4 മുതലുള്ള വാക്യങ്ങളിലേ അത് വരികയുള്ളൂ. നമ്മൾ 1 തൊട്ട് 3 വരെയാണ് നോക്കുന്നത്. ആ വാചകം തീരുന്നത് കൊണ്ട് നമ്മൾ 4-ാം വാക്യം കൂടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ വാക്യം ഈ കൂട്ടത്തിൽ നമ്മൾ പഠിക്കത്തില്ല 3 കഴിഞ്ഞതിന് ശേഷം. ഇങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ 2-3 വാക്യങ്ങളിലായിട്ട് തന്നെ 10ഓളം കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സ്തോത്രം. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. How Christological is this passage? സ്തോത്രം. വളരെയധികം ക്രിസ്തുശാസ്ത്രപരമാണ് ഈ വാക്യങ്ങൾ. സ്തോത്രം. ക്രിസ്തുശാസ്ത്രപരമാണ്. പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളാണ് ക്രിസ്തുശാസ്ത്രപരമായിട്ട് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്നാണിത്. ആ ഭാഗങ്ങൾ നമുക്ക് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ നോക്കാം. സ്തോത്രം. ഇതുകൊണ്ടാണ് ഇതിനെ 5-ാമത്തെ സുവിശേഷം എന്ന് വിളിക്കുന്നത്. കണ്ടോ, യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര സമ്പുഷ്ടമായ അരുളപ്പാടുകളാണ്, വെളിപ്പാടുകളാണ്. യേശുക്രിസ്തു ദൈവത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തി എന്നത് ഒരു ഭാഗത്ത് നിൽക്കെ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള സമ്പൽ സമൃദ്ധമായ അർത്ഥഗർഭമായ വെളിപ്പാടുകളാണ് ഈ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ വായിക്കും തോറും നമുക്ക് ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനും
കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹവും ആരാധനയും വർദ്ധിക്കുവാനും ഇടയാകും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഉത്സാഹത്തോടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ ഇടയാകട്ടെ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളുടെ ആഴങ്ങൾ പ്രാപിച്ച് സ്തോത്രം കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ആയതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.